ഹലോ. തലേ ദിവസത്തെ ബാലൻസ് വന്ന ചോറാണ്. ബാലൻസ് വന്നതെന്നല്ല, അടിയിൽ അടി പിടിച്ച ചോറാണ്. ഇവൾ എപ്പോഴും എൻ്റെ അടുക്കളയിൽ കട്ട് തിന്നാൻ കയറും. ജനലിൽ കൂടെയോ ജനലൊന്ന് തുറന്നിട്ടാൽ മതി, എതിലേ കൂടെയെങ്കിലും കയറിയിട്ട് മുത്തിന് വയ്ക്കുന്ന ആഹാരം മൊത്തം കട്ട് തിന്നുന്ന ഇവളാണ്. അന്നേരം ഞാൻ വിചാരിച്ചു, എന്നാൽ പിന്നെ പെരയ്ക്കകത്ത് കയറണ്ട, നമുക്ക് വെളിയിൽ വെച്ച് കൊടുക്കാമെന്ന്. മീനാണെങ്കിലും ഞാൻ അവൾക്ക് ഒരെണ്ണം വെച്ച് കൊടുക്കും. അങ്ങനെ മീനൊന്നും ഇല്ല ശരിക്കും. അവളത് തിന്നുന്ന കണ്ടപ്പം ഇവിടുത്തെ ഒരുത്തിയാണെങ്കിൽ എപ്പോഴും അവൾക്കൊരു മീനില്ലാതെ അവൾക്ക് ഇറങ്ങൂല. മീനില്ലാത്ത ദിവസം അവൾ ഇറങ്ങത്തേ ഇല്ല ആഹാരം. കണ്ടിരിക്കുന്നത് കണ്ടോ, അവൾക്ക് മീനുണ്ടെങ്കിലേ അവൾക്ക് ഇറങ്ങത്തുള്ളൂ ആഹാരം. അത് മീനില്ലാതെ ഒന്ന് ചോറ് മാത്രമല്ല, ഇച്ചിരി കറിയായിട്ടൊക്കെ വരവേച്ച് കൊടുത്താലോ ഒന്നും കഴിക്കൂലത്. അവളവിടെ മിണ്ടാതെ പോയിരിക്കും. അങ്ങനെ അതെല്ലാം കണ്ടുകൊണ്ട് വന്ന് രാവിലെ പിന്നെ അരി അടുപ്പത്തിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ അരിയൊക്കെ അടുപ്പത്തിട്ടു. പിന്നെ വന്ന് കോഴികളെല്ലാം തുറന്നു വിട്ടു. കുറച്ച് നേരം അതിനെയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു, തീറ്റയൊക്കെ തിന്നുന്നതും ഒക്കെ നോക്കിക്കൊണ്ടിരുന്നു. എരുത്തിൽ കയറണം. എരുത്തിലാണ് പാട്. ഏറ്റവും പണിയുള്ള പണിയാണ് എരുത്തിലെ ചാണകം കുത്തി ഇളക്കാൻ. ഇച്ചിരി ഒരു അരമണിക്കൂറത്തെ പാടാണ്. അങ്ങനെ രാവിലെ അടുക്കളയിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് എരുത്തിലോട്ട് കയറും. എരുത്തിൽ എന്തായാലും നമുക്ക് നല്ല നല്ല വസ്ത്രങ്ങളൊന്നും ഇട്ടുകൊണ്ട് നിൽക്കാൻ പറ്റൂലല്ലോ, ചുരിദാറൊന്നും ഇട്ടുകൊണ്ട് നിൽക്കാൻ പറ്റൂലല്ലോ. അങ്ങനെ പെട്ടെന്ന് കയറി തിരിച്ചു വന്ന് അടുക്കളയിലോട്ട് കയറി. എൻ്റെ അടുക്കളയിൽ കോലമാണ്. പിന്നെ വന്ന് അപ്പമൊക്കെ ചുട്ട് എരുത്തലത്തെ പണിയെല്ലാം കഴിഞ്ഞ് കയറി വരുമ്പോഴത്തേക്ക് നന്നായിട്ട് വിശക്കും. അങ്ങനെ അപ്പമൊക്കെ ചുട്ട് വയ്ക്കുകയാണ്. അത് തന്നെ നല്ലൊരു പണിയുണ്ട്. അതിൻ്റെയൊക്കെ വെള്ളമെല്ലാം കോരിക്കൊണ്ടുപോയി കളയലും ഒക്കെ നല്ലൊരു പണിയുണ്ടത്. ഒരു അരമണിക്കൂർ 1 മണിക്കൂറോളം ആടിന് വെള്ളം കൊടുക്കണം, പോത്തിനെ മാറ്റി കെട്ടണം, അങ്ങനെയൊക്കെ നല്ല പണിയാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് അടുക്കളയിലോട്ട് വീണ്ടും കയറി വരെ അപ്പവും ചുട്ട് വെച്ചു. അന്നേരം രാവിലെ തന്നെ മങ്കട കിട്ടിയിട്ടുണ്ടായിരുന്നു, മങ്കടയും നെത്തോലിയും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ വെച്ച് കറിയൊക്കെ വെച്ച് നേരത്തെ വെച്ചാൽ ഇച്ചിരി നേരമൊക്കെ നമുക്ക് ഇരിക്കാമല്ലോ, ഫ്രീ ആയിട്ടിരിക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഇതിനിടയ്ക്ക് ഞാൻ എൻ്റെ മൂട്ടെടുത്ത് കൊച്ചുള്ളിയൊക്കെ എടുത്ത് തൊലിക്കാൻ കൊടുക്കുകയാണ്. അവളത് നുള്ളി ഇരിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് എനിക്കുള്ള ദേഷ്യം കയറി വന്നു. അങ്ങനെ ഞാൻ പെട്ടെന്ന് അത് മേടിച്ച് തൊലിയൊക്കെ കളഞ്ഞ് തേങ്ങയൊക്കെ തിരുകി. മങ്കട ആയതുകൊണ്ട് തന്നെ അത് വറുത്തരച്ച് കറി വയ്ക്കാനേ കൊള്ളത്തുള്ളൂ. അന്നേരം അതിലേക്ക് കൊച്ചുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ അകത്ത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും സ്വല്പം മല്ലിപ്പൊടിയെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതൊന്ന് തണുക്കാൻ വയ്ക്കാം. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് അരച്ചെടുത്ത് കടുകൊക്കെ പൊട്ടിച്ച് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൊച്ചുള്ളിയൊക്കെ ചേർത്ത് അതിലേക്ക് ഈ ഒരു കൂട്ടും കൂടെ ചേർത്തൊന്ന് ചെറുതായിട്ടൊന്ന് എണ്ണ തെളിയുന്നിടം വരെ ഒന്ന് വറ്റിച്ചെടുക്കാം. എന്നിട്ട് മിക്സിയുടെ ജാറിലെ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് ഇതിലേക്ക് ഒഴിക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് തിള വരുമ്പോഴത്തേക്കും ഇതിലേക്ക് മങ്കട മീൻ ചേർത്ത് കൊടുക്കാം. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോഴത്തെ മീനിന് ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മീൻ കിട്ടാനില്ല ഒന്നാമത്തെ കാര്യം. ഇപ്പം മഴയൊക്കെ ആയത് കൊണ്ട് തന്നെ ട്രോളിങ് നിരോധനമൊക്കെ ആയതുകൊണ്ട് മീനേ കിട്ടാനില്ല. അങ്ങനെ ചീനിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചീനിയും അരിഞ്ഞു വെച്ചു. ഞാൻ ഇവിടെ എളുപ്പം പെട്ടെന്ന് തന്നെ കുക്കറിലേക്ക് ആക്കും. കഴുകി വാരി അതിലേക്ക് കുക്കറിലേക്ക് ഒരു 2 വിസിൽ കേൾക്കുമ്പോഴത്തേക്ക് ചീനി വേവും. മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് അതും അടുപ്പിലേക്കാക്കി. അതിനിടയ്ക്ക് കറിയൊക്കെ വറ്റിയോ എന്ന് ഗ്യാസിൽ നിന്നെടുത്ത് ഞാൻ പെട്ടെന്ന് തന്നെ അടുപ്പിലോട്ടാക്കും. പറയാൻ വിട്ടുപോയി, ഞാൻ ഇതിൽ കുടംപുളിയാണ് ചേർക്കുന്നത്. അങ്ങനെ കറിയൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഞാൻ അങ്ങനെ തീയൊക്കെ അണക്കിയാണേ.
അതിനിടയ്ക്ക് ഇവിടെ ചീനിയും വെന്ത് നന്നായിട്ട് ഉടച്ചെടുത്ത കപ്പയും. അന്നേരം ഇന്നത്തെ സ്പെഷ്യല് കപ്പയും മീൻകറിയും. അപ്പം അത്രയേ ഉള്ളൂ. ബായ്.